നമുക്ക് ഇന്ന് ഒരുപാട് ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. സോ അവരിൽ നിന്ന് എങ്ങനെയാണ് ഖസാക്ക് ബെഞ്ചാലി എന്നുള്ള പേരും താങ്കളും വ്യത്യസ്തനാകുന്നത്? ഈ ബിസിനസ് മോട്ടിവേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് കുറേ ഡെഫിനിഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു ടേം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിസിനസ്സുകാർക്ക് ശരിക്കും മോട്ടിവേഷൻ വേണ്ട എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവർ ശരിക്കും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ തുടങ്ങുന്നത്. 2 സ്റ്റേജിലാണ് അവർക്ക് മോട്ടിവേഷൻ വേണ്ടത്. അത് ഒന്ന്, അവർ തകർന്ന് നിൽക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. ആ മോട്ടിവേഷനാണ് അവരൊരു ബിസിനസ്സുകാരനാക്കുന്നത്. കാരണം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് റിസ്ക് എടുക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. സാധാരണ ഒരു ജോലിക്കാരൻ വേറെ എന്തെങ്കിലും സക്സസ്സിന് വേണ്ടി പോകുന്ന പോലെ അല്ല ബിസിനസ്സുകാരൻ. അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവർ തകർന്നു പോകുന്ന സമയത്ത്, പരാജയപ്പെട്ടു പോകുന്ന സമയത്ത്, അപ്പോഴാണ് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നൊരാൾ പറയുക, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസ്യനായ, അവർക്ക് തോന്നുന്ന, മീൻസ് ഇയാൾക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും തോന്നുന്ന ഒരാളുടെ വാക്കുന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ ഒരാൾ പറയുകയാണ് ഇത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർക്കൊരു ഇൻസ്പിരേഷൻ, ഞാൻ പറയാം ഇൻസ്പിരേഷനാണ്. മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പം ഞാനാണെങ്കിലും വേറെ ഏത് വ്യക്തിയാണെങ്കിലും നമുക്കൊരാളെ ഇൻസ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ലൈഫിൽ അയാൾ ഒരു പക്ഷേ പ്രോഡക്റ്റ് എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ സർവീസിൽ അയാൾ പുലിയായിരിക്കും. പക്ഷെ അയാൾ മിസ് ചെയ്യുന്ന കുറേ ലിങ്കുകളുണ്ടാവും. ടീം മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ, മാർക്കറ്റിങ്ങിൽ, ബ്രാൻഡിങ്ങിൽ, പ്രോസസ് എഫിഷ്യൻസി കൂട്ടുന്നതിൽ, ടെക്നോളജിയിൽ അവർ മിസ് ചെയ്യുന്ന ആ ഏരിയയെ കൂട്ടിയിണക്കി കൊടുക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റോളായിട്ടുള്ളത്. സോ ഞാൻ ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ എന്നതിനും അപ്പുറത്ത് ആവശ്യമുള്ള ഘട്ടത്തിൽ ഓൺട്രപ്രണേഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് 2022 ഞങ്ങളുടെ ഒരു 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു സിറാജ് എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ ഞങ്ങളിതിൽ എല്ലാവരോടും ഫസ്റ്റ് തന്നെ അവരുടെ ഉള്ളിലൊരു കൃത്യമായിട്ടൊരു 3 ഇയർ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു എന്താണ് ഈ വിഷൻ ബോർഡ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഒരു ടോയ്സ് ഷോപ്പിലേക്ക് കയറി ചെന്നിട്ട് ആ കുട്ടിയോട് നമ്മൾ പറയാണ് നീ ആവശ്യമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്തൊക്കെ എടുക്കും? അതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാരി വലിച്ചിട്ട് എടുക്കൂലേ? അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിൽ 3 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അതൊക്കെ ഒരു ലോജിക്കലാണെന്ന് തോന്നുന്ന സംഗതികളൊക്കെ നിങ്ങൾ അതിനകത്ത് എഴുതി കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷൻ ബോർഡ് എഴുതി വെച്ചു. അയാൾക്കത് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നടക്കും എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ കൊടുക്കുകയും ആ വിഷൻ ബോർഡിലേക്ക് കൃത്യമായിട്ടുള്ള മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ ഗൈഡ് ചെയ്യുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഞങ്ങളുടെ ആ ഒരു 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ഞാനതിൻ്റെ ഓഡിയോ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം, പുള്ളി ആ ഒരു ഇത് ഇട്ടത്. കാരണം അന്ന് വിഷൻ ബോർഡ് വെറുതെ എഴുതി വെച്ചാണ് പുള്ളി ഇങ്ങനെയാണ് എനിക്ക് ഇന്ന യൂണിറ്റുകൾ തുടങ്ങണം, പാർട്ട്ണർ അന്ന് പാർട്ട്ണറുണ്ട്, അപ്പോൾ ബിസിനസ് തുടങ്ങണം എന്നൊക്കെയുള്ള അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, ഇതൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ എഴുതി വെച്ചതാണ്. പക്ഷേ അന്ന് പ്ലാൻ ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റി. അന്നത്തെ വിഷൻ ബോർഡിലുള്ള മുഴുവൻ കാര്യങ്ങളും 3 ഇയേഴ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിഷൻ ബോർഡ് അന്ന് ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ആ ചെറിയ ഷോപ്പും കൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് പോകുമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഒരു ഓൺട്രപ്രണറുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി അയാൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അയാൾക്ക് ചിലപ്പോൾ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട്, അവരുടെ കയ്യിൽ ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്, ആപ്പിൾ എന്ന് പറയുന്ന വേറെ പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല സാധനങ്ങളും ഇതുപോലെ ഗ്ലോബലി വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പക്ഷെ അവരിതൊന്നും അറിയില്ല. അവരെ ലോക്കൽ മാർക്കറ്റിൽ അവരുടെ വിഷൻ അത്രയായിരിക്കും. അവരെ നാട്ടുകാർക്കിടയിൽ അവർക്ക് ആവശ്യമുള്ള 1 ലക്ഷമോ 2 ലക്ഷം രൂപ ലാഭം വാങ്ങിച്ച് കഴിഞ്ഞു പോകുന്നവരായിരിക്കും. പക്ഷേ ഇതിനെ കൃത്യമായിട്ടൊരു ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കൃത്യമായൊരു മാർക്കറ്റിംഗ് പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് നല്ലൊരു പ്രോസസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിനകത്ത് നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളുടെ ലോക്കലി ഉള്ള പല സാധനങ്ങളെയും നമുക്ക് വലിയ രീതിയിൽ ഗ്ലോബൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത്. മീൻ വിൽക്കുക എന്ന് പറയുന്ന സാധനത്തെ ആ പ്രോസസ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അതൊരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി. അപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മുന്നിലെത്തുന്ന ഓൺട്രപ്രണർ അവർ വിശ്വസിക്കാത്ത, അവർ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടില്ലാത്ത ചില ഏരിയയിൽ അവർ അസസ് ചെയ്തിട്ട് അവരെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കി അതിലേക്ക് ഗൈഡ് ചെയ്യുകയും അതവരെ തോന്നിപ്പിക്കുകയും ചെയ്യുക, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. ഇതാണ് ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന്, സോക്കോൾഡ് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വിളിക്കുമെങ്കിലും ഞാനൊരു ഇൻസ്പയറിങ് ഗൈഡാണ്. ശരിക്കും ഗൈഡൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ബാക്കിയുണ്ട്. ലൈക്ക്
എങ്ങനെയാണ് കസാക്ക് ബെഞ്ചാലി എന്നുള്ള പേര് അവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത്? അതായത് ഞങ്ങൾ ഇപ്പോൾ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ കോച്ചുമാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഒരു ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് എത്തിക്കൽ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നാണ്. കുറേ ഓൺടർപ്രണേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് എത്തിക്കലായിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഗൈഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിന് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും കുറേ കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, ഗൈഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒരു വാല്യൂ ഷിഫ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ മിഷനിലും വിഷനിലും പർപ്പസിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ ഗൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുക എന്നതിലും അപ്പുറത്ത് ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ എംപവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ബിഹേവ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ഫാമിലി അല്ലെങ്കിൽ സഹോദര തുല്യമായിട്ടുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ്. കാരണം ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ജാടയും കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ടാവാം. പക്ഷെ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ റിസൾട്ട് ഫോക്കസ് ചെയ്ത് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ കൂടെ നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ സർവീസ് അതിൻ്റെ മോണിറ്ററി വാല്യൂ നോക്കാറില്ല. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ചിലപ്പോൾ 10,000 രൂപയാണെങ്കിൽ 1,00,000 രൂപയുടെ വാല്യൂ എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ക്ലയൻസിന്, നമ്മളിപ്പോഴും ക്ലയൻറ്റുമായിട്ട് നല്ല സൗഹൃദത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരു വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്നതല്ല. എപ്പോഴാണ് ഈ പേരിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ലൈക്ക് അതൊരു റീബ്രാൻഡിങ് പ്രോസസ് ആയിരുന്നു. അത് എങ്ങനെയാണ് ആ പേര് വന്ന ഒരു വഴി എങ്ങനെയാണെന്നൊന്ന് പറയാം. ഞാൻ വഴി കുറേ ഉണ്ട് അതിനകത്ത്. എന്നാൽ പോലും ഞാനൊരു കോച്ചാവാൻ തീരുമാനിക്കുന്നത്, ഞാൻ ദുബായിൽ ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് ഒരു 5-6 വർഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ദുബായിലെ തന്നെ ഏറ്റവും വലിയൊരു ലീഡിങ് കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ പ്രോസസ് കംപ്ലയൻസും അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സും സിസ്റ്റവും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലൊരു പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷേ ആ പേരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് ഞാനാണ്. എൻ്റെ പ്രോഡക്റ്റ് ദിലീപ് പറയുന്ന പോലെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറയുന്ന പോലെ ആ പേരിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പേര് പറയുന്നത് പല പേരുകളും ആ പേരല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലായിരിക്കാം. അപ്പോൾ റീബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇത് പുതിയൊരു പേരൊന്നുമല്ല. കസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്നത് എൻ്റെ പേരിൻ്റെയും എൻ്റെ ഫാമിലി നെയിമിൻ്റെയും ഷോർട്ട് ഫോം ആണത് കസാക്ക് എന്ന് പറയുന്നത്. ബെഞ്ചാലി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഒരു ചെറിയ പ്രദേശം, എൻ്റെ വീട് നിൽക്കുന്ന ചെറിയൊരു പ്രദേശത്തിൻ്റെ പേരാണ് ബെഞ്ചാലി. അതൊരു 10-30 വർഷമൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പേരാണെങ്കിലും ഇടക്കാലത്ത് ആളുകൾ മറന്നു തുടങ്ങിയൊരു പേരാണ്. അത് ഞാൻ കണ്ടെത്തുകയും ആ പേരിന് എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യുകയാണ് ചെയ്തത്, കസാക്ക് ബെഞ്ചാലി. അതൊരു അത്ര എളുപ്പമായിരുന്നില്ല റീബ്രാൻഡിങ് പ്രോസസ്സ്. പരിഹാസങ്ങളുണ്ടായിരുന്നു. ഈ ബെഞ്ചാലിയും ബംഗാളിയും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള വിളിക്കേണ്ടത്. ബട്ട് അതിനെക്കുറിച്ചല്ല, നമ്മളുടെ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ രീതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്.